നമ്മുടെ ജീവനെ കഷ്ടപ്പെടുത്താതെ, ദുരിതപ്പെടുത്താതെ, രോഗങ്ങൾ വന്ന് കിടന്ന് നരകിക്കാതെ, അപകടങ്ങളിൽ പെടുത്താതെ രക്ഷിക്കാൻ മഹാദേവനോട് അപേക്ഷിക്കുന്ന ഒരു മന്ത്രം. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പരമരഹസ്യമായിരുന്ന ഈ മന്ത്രത്തെക്കുറിച്ച് മാർക്കണ്ഡേയ മഹർഷി മുഖാന്തരമാണ് ലോകം അറിഞ്ഞത്. ലോകത്തിൽ ഈ മന്ത്രം അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ഋഷി മാർക്കണ്ഡേയൻ. ഒരിക്കൽ ദക്ഷശാപഫലമായി രോഗിയായിത്തീർന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്നും രക്ഷിക്കാനായി മാർക്കണ്ഡേയ മഹർഷി ഈ മന്ത്രം ദക്ഷപുത്രിയായ സതീദേവിക്ക് പറഞ്ഞുകൊടുത്തു. ഇപ്രകാരമാണ് ഈ മന്ത്രം ലോകം അറിയുന്നത്. 4 വരികളിൽ ജീവനറ്റ കാതലായ സത്വത്തെ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ മന്ത്രം മനക്കരുത്തും ജീവരക്ഷയും നൽകുന്നു. ജപിക്കുന്ന ആളിൻ്റെ പ്രാണന് ബലം നൽകുന്ന ഈ മന്ത്രം അത്ര വിശേഷപ്പെട്ടതാണ്. ഒരു ദിവസം 21, 41, 108, 1008 ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ കുറഞ്ഞത് ഒരു 3 തവണയെങ്കിലും ജപിക്കുക. കുളിച്ച് ശുദ്ധമായി വൃത്തിയോടുകൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. നമ്മുടെ ഉള്ളിലുള്ള വിപരീതമായ ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ ഈ മന്ത്രം സഹായിക്കുന്നു. ഈ ജന്മത്തിൽ തനിക്കായി തന്ന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം തൻ്റെ ജീവന്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്ന് മാറ്റണമേ എന്നാണ് ഈ മന്ത്രം ജപിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണഗീതി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഇനി ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ല ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുന്നു. രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. മനസ്സിന് സമാധാനവും സ്ഥിരതയും ലഭിക്കുന്നു. ഭയം, ഉത്കണ്ഠ എന്നിവ മറികടക്കാൻ സഹായിക്കുന്നു. ആത്മീയമായ വികാസത്തിന് സഹായിക്കുന്നു. ഈ മന്ത്രം ജപിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും പറയാം. മറ്റെല്ലാ മന്ത്രങ്ങളെയും പോലെ ഈ മന്ത്രം ജപിക്കാനും ചില ചിട്ടകളുണ്ട്. വെറും നിലത്തിരുന്ന് ജപിക്കാതെ ശുദ്ധമായ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കാൻ. മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കുകയും മന്ത്രത്തിൻ്റെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: കുളിക്കാതെയും ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കാതെയും ഈ മന്ത്രം ജപിക്കരുത്. മന്ത്രത്തിലെ ഒരു വാക്കുപോലും തെറ്റായി ഉച്ചരിക്കരുത്. തോന്നുന്ന സ്ഥലത്തിരുന്ന് ഈ മന്ത്രം ജപിക്കരുത്. മന്ത്രം ജപിക്കേണ്ട സമയം സൂര്യോദയത്തിന് മുമ്പുള്ള സമയം, അതായത് ബ്രാഹ്മമുഹൂർത്തം അല്ലെങ്കിൽ വൈകുന്നേരം ത്രിസന്ധ്യാസമയം. സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ മന്ത്രം ഒരു കാരണവശാലും ജപിക്കരുത്. ഇത്ര എണ്ണം എന്ന് കണക്ക് വെച്ച് ജപിക്കുന്നതിനേക്കാൾ ഭക്തിയോടെയും തെറ്റാതെയും അർത്ഥമറിഞ്ഞും ജപിക്കണം എന്നതിന് പ്രാധാന്യം കൊടുക്കുക. മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്: ഓം ത്രയംബകം യജാമഹേ, 3 കണ്ണുള്ളവനായ ഭഗവാൻ ശിവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ധ്യാനിക്കുന്നു. സുഗന്ധിം പുഷ്ടിവർദ്ധനം, പ്രപഞ്ചത്തിൻ്റെ സുഗന്ധം പരത്തുന്നവനും എല്ലാ ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നവനുമായവനെ. ഉർവാരുകമിവ ബന്ധനാത്, പഴുത്ത വെള്ളിരിക്ക അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ. മൃത്യോർമുക്ഷീയമാമൃതാത്,
മരണഭയത്തിൽപ്പെടുത്താതെ ആപത്തുകളിൽപ്പെടുത്താതെ ഞങ്ങളെ സംരക്ഷിച്ചാലും. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഏതൊരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം ജപിക്കാൻ. മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം ഒക്കെ നടത്താറുണ്ട്. അത് ചെയ്യുന്നവർ അതോടൊപ്പം ഈ മന്ത്രം കൂടി ജപിച്ചാൽ ഇരട്ടി ഫലം ആണ്. ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ, സങ്കടങ്ങൾ ഇല്ലാതെയാക്കാൻ മഹാദേവന്റെ അതിശക്തമായ മൃത്യുഞ്ജയ മന്ത്രം ചിട്ടയായി ജപിക്കുന്ന ഒരാൾക്ക് ഒരു പരിധിയിൽ ഉള്ള കഷ്ടതകളിൽ നിന്നും മോചനം നേടാൻ ആകും. മഹാദേവനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ മന്ത്രം നിത്യവും ജപിക്കൂ. മഹാദേവൻ മൃത്യുഞ്ജയ രൂപത്തിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ നമഃശിവായ എന്ന ഒന്ന് കമൻ്റ് ഇടണേ. എല്ലാവർക്കും മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. മഹാദേവൻ നിങ്ങളുടെ ഭവനത്തിൽ സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹര ഹര പാർവതീപതയേ നമഃ. ഹര ഹര മഹാദേവ. ഹര ഹര പാർവതീപതയേ നമഃ. ഹര ഹര മഹാദേവ. ഹര ഹര പാർവതീപതയേ നമഃ. ഹര ഹര മഹാദേവ.